കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിലൂടെ കടത്താൻ ശ്രമിച്ച 15 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികളായ സഹോദരങ്ങൾ പിടിയിൽ. ഒഡീഷയിൽ സ്വന്തമായി കഞ്ചാവ് തോട്ടമുള്ള 2 പേർ. അവരുടെ പേരുകൾ പറയാം: ഹിറോദൽ ഡിഗൽ, ബാബുജി ഡിഗൽ. ഈ 2 പേരാണ് അറസ്റ്റിലായത്. കൊല്ലം റെയിൽവേ പോലീസ്, ഡാൻസ് ഓഫ് ടീം, റെയിൽവേ ഇന്റലിജൻസ് എന്നിവരുടെ സംയുക്ത പരിശോധനയിലാണ് ഇവർ 2 പേരും അറസ്റ്റിലായത്. 2 ട്രോളി ബാഗുകളിലായി ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. അത് എറണാകുളത്ത് എത്തിച്ച് വിൽപ്പന നടത്താനായിരുന്നു പ്രതികളുടെ ലക്ഷ്യം. പക്ഷേ ആ യാത്ര പോകുന്നതിനിടെ ആരോ പറഞ്ഞു, എറണാകുളത്ത് ചെല്ലരുത്, അവിടെ ചെന്നിറങ്ങിയാൽ നേരെ ഡാൻസ് ഓഫ് സംഘവും ഓപ്പറേഷൻ തൂഫാനും ചേർന്ന് പിടികൂടും, പരിശോധന കർശനമാണ്, അവിടേക്ക് പോകരുത് എന്ന്. ഇത് മനസ്സിലാക്കി കൊല്ലത്ത് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർ പിടിയിലായത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിൻ്റെയും ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെയും ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഈ വേട്ട. കഞ്ചാവ് കടത്തിന് പിന്നിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊല്ലം റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ ശക്തമായ പെട്രോളിംഗ് നടത്തി വരികയായിരുന്നു. അതിനെ തുടർന്ന് ഇന്നേ ദിവസം ഈ സമയത്തോടുകൂടി കൊല്ലം റെയിൽവേ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സംശയകരമായ സാഹചര്യത്തിൽ കാണപ്പെട്ട ഒറീസ സ്വദേശികളായ 2 പേരുടെ പക്കൽ നിന്നും ഏകദേശം 15 കിലോയോളം വരുന്ന കഞ്ചാവ് കണ്ടെത്തിയിട്ടുള്ളതാണ്. ഈ കഞ്ചാവ് ഒറീസയിൽ നിന്നും അവൻ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ എറണാകുളത്ത് ഇറക്കി അവിടെ വിൽപ്പന നടത്താനായിരുന്നു ഉദ്ദേശം. എന്നാലും റെയിൽവേയിലുണ്ടായിരുന്ന തുടർച്ചയായുള്ള ശക്തമായ പരിശോധന മൂലം എറണാകുളത്ത് ഇറക്കാൻ പറ്റാത്തതും തുടർന്ന് ടിയാൻ്റെ സഹോദരനായ രണ്ടാം പ്രതിയുമൊപ്പം കൊല്ലം റെയിൽ പോലീസ് സ്റ്റേഷൻ ഇറങ്ങേണ്ട വരികയാണ് ഉണ്ടായത്. ആ സമയത്താണ് പെട്രോളിംഗ് സമയത്ത് നമ്മൾ ഇവരെ കണ്ടെത്തുകയും ടിയാനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. കേരളത്തിൽ കൃഷിഭൂമി നികത്തിക്കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ സജി ചെറിയാൻ MLA മുന്നറിയിപ്പ് നൽകി. കൃഷിഭൂമി വൻതോതിൽ കുറയുന്നത് ഭാവിയിൽ വലിയ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാകുമെന്ന് സജി ചെറിയാൻ പറഞ്ഞു. വിദേശ രാജ്യങ്ങളിലെ പോലെ കൃഷിഭൂമി സംരക്ഷിക്കാൻ കർശന നിയമങ്ങൾ വേണം. കുട്ടനാട്ടിലടക്കം പാടശേഖരങ്ങൾ നികത്തുന്നത് വലിയ ഭീഷണിയാണ്, അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴ ചെങ്ങന്നൂർ നഗരസഭയുടെ കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സജി ചെറിയാൻ. 100 ഹെക്ടർ ഒരു 25-50 കൊല്ലം മുമ്പ് കൃഷി ചെയ്ത സ്ഥാനത്ത് ഒരു 20-30 ഹെക്ടർ ചുരുങ്ങി. ബാക്കി മുഴുവൻ നികത്തി, ബാക്കി മുഴുവൻ കെട്ടിടം വെച്ചു. ഇവിടെ അഗ്രികൾച്ചറൽ ലാൻഡ് എന്ന് പറയുന്നത് പൂർണ്ണമായി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൃഷിഭൂമി ഇല്ലാത്ത നാട്ടിൽ നാളെ കൃഷി ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളങ്ങനെ ജീവിക്കും. ഇവിടെ കൃഷി ചെയ്യാൻ ലാൻഡുണ്ടോ? 10,000 ഹെക്ടർ സ്ഥലത്ത് ഇന്ന് വളരെ കുറച്ച് ഹെക്ടർ സ്ഥലത്തെ കൃഷിയുള്ളൂ. ഈവൻ കുട്ടനാട് പോലും, കുട്ടനാടാണല്ലോ ഏറ്റവും വലിയ കൃഷി ഉണ്ടെന്ന് പറയുന്നത്, നെൽകൃഷി. ഈ ബൈ റോഡുകളെല്ലാം വന്നതോടുകൂടി എല്ലാ പാടവും നികത്തി ഇഷ്ടം പോലെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്.